ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: നാസയുടെ വിശിഷ്ട മെഡലായിട്ടുള്ള സേവന മെഡൽ ലഭിച്ച അമേരിക്കൻ മലയാളി ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഡോക്ടർ രജിത് കുമാറാണ്. വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: COVID-19 പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിന് 1950 കോടി രൂപ ലോൺ അനുവദിച്ചത് എവിടെ നിന്നാണ്? അപ്പോൾ എവിടെ നിന്നാണ് ഈ COVID-19 പശ്ചാത്തലത്തിൽ വെസ്റ്റ് ബംഗാളിന് 1950 കോടി രൂപ ലോണായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്? വേൾഡ് ബാങ്കിൽ നിന്നാണ്. അപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്നാണ് ഈ തുക ഇവർക്ക് ലോണായിട്ട് അനുവദിച്ചിരുന്നത്. അപ്പോൾ ഇതുമായി നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, വേൾഡ് ബാങ്കിനെ പറ്റി നമ്മൾ പഠിക്കണം. വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC ആണ്. ഡേവിഡ് ആർ മൽപാസ് ആണ് ഇതിന്റെ പ്രസിഡന്റ്. അപ്പോൾ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഡേവിഡ് ആർ മൽപാസ് ആണ്. വാഷിംഗ്ടൺ DC ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ പഠിക്കേണ്ടത് വെസ്റ്റ് ബംഗാളിനെ പറ്റി പഠിക്കണം. വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊൽക്കട്ടയാണ്. അതുപോലെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. ഗവർണർ എന്ന് പറയുന്നത് ജഗദീപ് ധൻഖാർ ആണ്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ വളരെ പ്രാധാന്യമില്ലെങ്കിൽ തന്നെ ഈ മറ്റു കാര്യങ്ങൾ കൂടി ചേർത്ത് പഠിക്കുക. ഒന്ന്, വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഡേവിഡ് ആർ മൽപാസ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്. അതുപോലെ വെസ്റ്റ് ബംഗാളിനെ പറ്റി ക്യാപിറ്റൽ കൊൽക്കട്ടയാണ്. മമതാ ബാനർജിയാണ് ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. അതുപോലെ ജഗദീപ് ധൻഖാർ ആണ് ഇതിന്റെ ഗവർണർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: സ്വിറ്റ്സർലൻഡിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡർ ആണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് പുതിയൊരു നിയമനം വന്നൊരു പുതിയ അംബാസിഡറെ നിയമിച്ചിരിക്കുന്നു. ആരാണ്? മോണിക്ക കപിൽ മൗത്ത. അപ്പോൾ മോണിക്ക കപിൽ മൗത്തയാണ് സ്വിറ്റ്സർലൻഡിലേക്കുള്ള പുതിയ അംബാസിഡർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ പുതിയ അംബാസിഡർ മോണിക്ക കപിൽ മൗത്ത ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരു പുതിയ ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിലവിൽ വന്നിട്ടുണ്ട്. അത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ ഒരു പുതിയ ബയോഡൈവേഴ്സിറ്റി പാർക്ക് വന്നിട്ടുണ്ട്. എവിടെയാണ് അതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഹാൽദ്വാനി. അപ്പോൾ ഹാൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബയോഡൈവേഴ്സിറ്റി, ഉത്തരാഖണ്ഡിലെ പുതിയ ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിലവിൽ വന്നിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം ഇതാണ്: അസമിലെ ഏത് എണ്ണക്കിണറിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായത്? അപ്പോൾ നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അസമിൽ ഒരു എണ്ണക്കിണറിൽ തീപിടുത്തം നടന്നിരിക്കുകയാണ്. അപ്പൊ ഏത് എണ്ണക്കിണർ എന്നുള്ളതാണ് ചോദ്യം. ബാഗ്ജാൻ ആണ്. അപ്പോൾ ബാഗ്ജാൻ എന്ന് പറയുന്ന എണ്ണക്കിണറിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ടിൻസുകിയ ജില്ലയിലാണ്. അപ്പോൾ ടിൻസുകിയ ജില്ലയിൽ കഴിഞ്ഞ 14 ദിവസമായിട്ട് ഈ എണ്ണക്കിണറിൽ വാതക ചോർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വൻ തീപിടുത്തം ഉണ്ടായി എന്നാണ് ഇപ്പോൾ അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ദിബ്രു സൈക്കോവ എന്ന് പറയുന്ന അസമിലെ പ്രശസ്തമായ ദിബ്രു സൈക്കോവ ദേശീയ ഉദ്യാനത്തിന് സമീപം ഏകദേശം 2 കിലോമീറ്ററിന് അടുത്താണ് ഈ ബാഗ്ജാൻ എന്ന് പറയുന്ന എണ്ണക്കിണർ. അപ്പോൾ 2005-ൽ സമാനമായിട്ട് ഇതുപോലെ ദിബ്രുഗഡിലെ ഡീകോം എന്ന് പറയുന്ന ഒരു എണ്ണക്കിണറിലും സമാനമായിട്ടുള്ള ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 45 ദിവസത്തോളം അത് നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. 45 ദിവസത്തോളം ഇത് നീണ്ടു നിന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: 2020 ജൂണിൽ COVID-19 വിമുക്തമാക്കിയ രാജ്യം. അപ്പോൾ കോവിഡ് വിമുക്തമായിട്ട് പ്രഖ്യാപിച്ച ഒരു രാജ്യം പത്രങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ന്യൂസിലാൻഡ് ആണ്. അപ്പോൾ ന്യൂസിലാൻഡിലാണ് ഈ ജൂണിൽ കോവിഡ് വിമുക്തമായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യം ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ നിങ്ങൾക്കറിയാം, ജസീന്ത ആർഡൻ ആണ്. ജസീന്ത ആർഡൻ ആണ് പ്രൈം മിനിസ്റ്റർ. അതുപോലെ വെല്ലിംഗ്ടൺ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ന്യൂസിലാൻഡ് ഡോളറാണ് അവരുടെ കറൻസി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല. അപ്പോൾ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതെന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല എന്ന് പറയുന്നത്. പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ പദ്ധതിയാണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക. ഇപ്രാവശ്യം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഭൂമിക്ക് കുടചൂടാൻ 1 കോടി മരങ്ങൾ എന്നുള്ള പദ്ധതി. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: COVID-19 പശ്ചാത്തലത്തിൽ ആശുപത്രികളിലെ രോഗികളുടെ വിവരങ്ങൾ ഉൾപ്പെടെ തത്സമയം ലഭ്യമാക്കുവാൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കൊറോണ സേഫ് നെറ്റ്വർക്ക് ആണ്. കൊറോണ സേഫ് നെറ്റ്വർക്ക് ആണ് ഈ പദ്ധതിയുടെ പേര്. ഇതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത്
സംസ്ഥാന ആരോഗ്യ വകുപ്പിനും അതുപോലെ തന്നെ ദുരന്ത നിവാരണ കമ്മിറ്റിക്കുമാണ് ഇതിന്റെ മേൽനോട്ടം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ ആശുപത്രികളിലെ രോഗികളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരള സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് കൊറോണ സേഫ് നെറ്റ്വർക്ക്. 8ാമത്തെ ചോദ്യം ഇതാണ്: വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം എന്ന ഓൺലൈൻ പോർട്ടൽ വികസിപ്പിച്ച കമ്പനി ഏത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പുതിയൊരു പദ്ധതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്, വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം. ഈ പദ്ധതി ഇന്ന് അത് ഇനാഗ്രേഷൻ നടന്നിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി KK ശൈലജയാണ് ഇത് ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്ന കമ്പനി, ഈ പോർട്ടൽ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് സീഡാക് ആണ്. സീഡാക് മൊഹാലിയാണ് ഈ വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം എന്നുള്ള ഓൺലൈൻ പോർട്ടൽ വികസിപ്പിച്ചിരിക്കുന്നത്. ഈ സഞ്ജീവനി OPD.Kerala എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിൽ ചികിത്സ ഇവർ ലഭ്യമാകുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഇവരുടെ സേവനം ലഭ്യമാകുക. 32 ഡോക്ടർമാരാണ്, സർക്കാർ ഡോക്ടർമാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബാറ്റിംഗ് പരിശീലകൻ ആര്? പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബാറ്റിംഗ് പരിശീലകനാണ് യൂനിസ് ഖാൻ. അപ്പോൾ പാകിസ്ഥാൻ ടീമിന്റെ പുതിയ ബാറ്റിംഗ് പരിശീലകനായിട്ട് യൂനിസ് ഖാനെയും അതുപോലെ സ്പിൻ ബോളിംഗിന്റെ പരിശീലകനായിട്ട് സ്പിൻ ബോളിംഗ് കോച്ചായിട്ട് മുഷ്താഖ് അഹമ്മദിനെയും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഏത് പുതിയ ജലവൈദ്യുത പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ KSEBക്ക് കേരള സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. കേരളത്തിൽ പുതിയൊരു ജലസേചന വൈദ്യുത പദ്ധതി വരുന്നു. അപ്പോൾ ഏത് ജലസേചന വൈദ്യുത പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് KSEBക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്? കേരള സർക്കാർ കൊടുത്തിരിക്കുന്നത് ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി KSEBക്ക് പച്ചക്കൊടി ലഭിച്ചിരിക്കുകയാണ് കേരള സർക്കാരിൽ നിന്നും. 1979 ആരംഭിച്ച ഒരു നീണ്ട ദിനങ്ങളുടെ ഒരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ ഇവിടെ വിരാമം കുറിക്കുന്നത്. ഇതിന്റെ NOCയുമായി ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ NOC ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 7 വർഷത്തോളം വേണ്ടിവരും ഇതിന്റെ പദ്ധതി പൂർത്തിയാക്കുവാൻ വേണ്ടി. ഏകദേശം 163 മെഗാവാട്ടാണ് ഇതിന്റെ ഉൽപാദന ശേഷി പ്രതീക്ഷ. 163 മെഗാവാട്ടാണ് ഇതിന്റെ ഉൽപാദന ശേഷിയായിട്ട് ഇവർ ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ഏത് പുതിയ ജലവൈദ്യുത പദ്ധതിക്കാണ് KSEBക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി കേരള സർക്കാരിൽ നിന്നുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്? ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഉത്തരാഖണ്ഡിന്റെ സമ്മർ ക്യാപിറ്റൽ ഏതാണ്? അപ്പോൾ ഉത്തരാഖണ്ഡിന്റെ സമ്മർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്